ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം തെരേസ് മാത്യു. ആൻഡ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ, അതായത് ടോക്ക് വിത്ത് അക്കുവിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ആൻഡ് ഇന്ന് നമ്മൾ സാധാരണ സംസാരിക്കുന്ന വിഷയങ്ങളല്ല, നീറ്റിനെ കുറിച്ചൊന്നും അല്ല സംസാരിക്കാൻ പോകുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്. അതായത് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനും കാരണം മെൻ്റൽ ഹെൽത്ത്. ആൻഡ് എൻ്റെ കൂടെ ഉള്ളത് വിവ, ഇസ് മൈ ഫ്രണ്ട്. ആൻഡ് ആക്ച്വലി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ടോപ്പിക്കാണല്ലേ. സോ വിഭ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഈ MBBS ഇത്ര ഇമോഷണലി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഇത്രയും ഹാർഡായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി ഇല്ല. കാരണം ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കൂടുതലും ആ സബ്ജക്റ്റിൻ്റെ ഒരു വാസ്റ്റ്നെസ് ആണ് മെയിൻ പ്രോബ്ലം ഈ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ എന്നാണ്. അങ്ങനെ ഞാനിത് ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് സംതിങ് മോർ ടു ഇറ്റ് എന്നുള്ളത്. ഇപ്പം തന്നെ നമ്മുടെ ഫൈനൽ ഇയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ 2 വീക്ക് പോസ്റ്റിംഗ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിൽ ഈ 2 വീക്സ് വരുമ്പം നമുക്കിപ്പോൾ ഡെയിലി കേസ് ടേക്കിംഗ്, പ്രസൻറ്റേഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഈ പ്രസൻറ്റേഷൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തന്നെയാണെങ്കിലും നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കാണുന്ന കേസ് ആണെങ്കിലും ടീച്ചർ പറയുന്ന കാര്യങ്ങളാണ് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി ബേസിസിൽ അതനുസരിച്ച് പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ചൊരു 1 വീക്ക് 2 വീക്ക് എൻഡ് ആകുമ്പോഴേക്കും നമുക്ക് എൻ പോസ്റ്റിംഗ് എക്സാം വരും. അപ്പോൾ ഇതേപോലെ 2 വീക്ക് കഴിയുമ്പോൾ നെക്സ്റ്റ് പോസ്റ്റിംഗ് വരും. നമുക്കൊരു 1 ഡേ, സാറ്റർഡേ ആണ് എൻ പോസ്റ്റിംഗ് എങ്കിൽ 1 ഡേ റെസ്റ്റ് കിട്ടി, നെക്സ്റ്റ് അടുത്ത പോസ്റ്റിംഗ് ആയിരിക്കും. അവിടെ ഇതുപോലെ പോയി അതിൻ്റെ എൻ പോസ്റ്റിംഗ്. അപ്പം ഈ എവറി 2 വീക്സ് നമുക്ക് ഇതേപോലെ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സെഷണൽ എക്സാംസ് വരും. അതാകുമ്പോൾ 100 മാർക്സിൻ്റെ തിയറി എക്സാം ആണ്. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട ആ ഒരു പോർഷൻസും ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ട്, ഈ ഒരു ടൈമിൽ തന്നെ പഠിക്കണം. നമുക്ക് എക്സ്ട്രാ സ്റ്റഡി ലീവ് ഇല്ല. അപ്പം ഇതെല്ലാം കൂടെ ജഗിൾ ചെയ്ത് പോകുന്നത് കുറച്ച് ഇമോഷണലി ഡിഫിക്കൽട്ടാണ്. പിന്നെ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻസ് ഒന്നുമില്ല. അപ്പൊ പെട്ടെന്നൊരു ട്രാൻസിഷൻ ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത സമയത്താണെങ്കിൽ അത് ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്തിരുന്നോ? അതുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ആക്ച്വലി എനിക്ക് ഈ ഒരു ഫൈനൽ ഇയർ വെച്ച് നോക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയർ ആയിരുന്നു എനിക്ക് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ ടൈം. അതെനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ ഇങ്ങനെ പരിചയമുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന എല്ലാവർക്കും ഫസ്റ്റ് ഇയർ ആണ് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ആ ഒരു ട്രാൻസിഷൻ തന്നെയാണ് മെയിൻലി വരുമ്പം ആ ഒരു സബ്ജക്റ്റിന്റെ വാസ്റ്റ്നെസ് ആണെങ്കിലും പെട്ടെന്ന് ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഒരു മാറുകയല്ലേ. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഫൈനൽ ഇയറിലാണെങ്കിലും ഇപ്പം 1.5 years വരേണ്ട സാധനം നമുക്കിപ്പം കുറച്ചുകൂടി ചുരുക്കി ഒരു 1 year ആയിട്ട് നമ്മൾ പഠിച്ച് തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സിലബസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷെ ടൈം ഷെഡ്യൂളിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഇത്രയും കുറഞ്ഞ ടൈമിൽ ഒരു 11 സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതൊക്കെ ആക്ച്വലി സ്റ്റുഡൻസിന് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഹൗസ് സർജൻസ് ആണെങ്കിലും PGസിനാണെങ്കിലും ഓവർ വർക്ക് വരുന്നു. ആക്ച്വലി നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ NMCയുടെ സർവേ ചെക്ക് ചെയ്ത് നോക്കിയപ്പം അതിൽ 28% UG സ്റ്റുഡൻസും അതേപോലെ തന്നെ ഒരു 15% നമ്മുടെ PGസും മെഡിക്കൽ സ്റ്റുഡൻസ് ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇത്രയും ഹൈ നമ്പർ ആക്ച്വലി സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് അത്ര സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം എനിക്കിപ്പം എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസിൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട് ഇതുപോലെ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. സ്ട്രെസ് കാരണം ഈ എക്സാം ദിവസങ്ങളിൽ ഭയങ്കര ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ വരും, വോമിറ്റിംഗ്, ഡയറിയ, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരും. ഈ ആൻസൈറ്റി അറ്റാക്സ് വരുന്നവരുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് സർപ്രൈസിങ് അല്ല. ആക്ച്വലി എക്സാമിൻ്റെ ടൈമിലാണ് കൂടുതൽ. ഇപ്പം നമുക്ക് അല്ലാത്ത സമയത്തും ഇപ്പം പഠിക്കണം അല്ലെങ്കിൽ ഇത്ര പഠിച്ച് തീരുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിലും എസ്പെഷ്യലി നമ്മുടെ സെഷണലൊന്നും അല്ല, യൂണിവേഴ്സിറ്റി എക്സാം ടൈമിലാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് വന്ന് അവർക്ക് ഭയങ്കര അത് ഡിഫിക്കൽട്ടി, അതിപ്പം അവരുടെ സ്റ്റഡീനെ അത് ബാധിക്കുന്നുണ്ട്. എക്സാം ടൈമിൽ അവർ പഠിക്കുന്ന ഒരു ഇത് അവിടെ ഒരു പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം പലർക്കാണെങ്കിലും അവിടെ ഒരു സെഷണൽ സ്കോഴ്സുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഫൈനലി സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ടെൻഷൻ കാരണം. അപ്പം ഈ സ്ട്രെസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഫൈനലി ഇത്ര നല്ല പ്രൊഡക്റ്റീവായിട്ട് അവരുടെ ടൈം ഫാക്ടറാണ്. എന്തൊക്കെ കാരണങ്ങളായിരിക്കാം ഈ മെഡിക്കൽ സ്റ്റുഡൻസ് ഇങ്ങനെ കൂടുതൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നത്? മെയിൻലി എനിക്ക് തോന്നുന്നത് ഒരു അക്കാഡമിക് പ്രഷർ തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസ് വെച്ചാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് വരുമ്പം ഒരു 2 to 3 days നമുക്ക് വയ്യാതായി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ലീവ് എടുത്തു.
എന്നിട്ട് 4th ഡേ നമ്മൾ ആ പോസ്റ്റിംഗ് വരുമ്പം ആ ഒരു ഡിസ്കഷനും കാര്യങ്ങൾക്കൊക്കെ കയറുമ്പം നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു 3 days നമ്മളൊന്നും പഠിക്കായിരുന്നതോ അല്ലെങ്കിൽ ആ ക്ലാസ് ശ്രദ്ധിക്കായിരുന്നതിൻ്റെ ആയിരിക്കാം, പക്ഷെ ആ ഒരു നോളജിന്റെ ഡിസ്പാരിറ്റി കുറച്ചും കൂടെ ഒന്ന് കൂടും. പിന്നെ നമ്മുടെ യൂണിറ്റിലൊക്കെ ഉള്ള ബാക്കി എല്ലാവരും ആൻസേഴ്സ് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാണ്ടിരുന്ന അതും അതാണ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണത്. അതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പറയാൻ പറ്റും, നമുക്ക് മാത്രം പറയാതിരിക്കുമ്പം ഒരു സെൽഫ് ഡൗട്ട് വരുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാണോ ഓർ ബിക്കോസ് വി ആർ നോട്ട് ഗുഡ് ഇനഫ് എന്നൊരു ഫീലിംഗ് വരും. അപ്പം അത് എസ്പെഷ്യലി ഈ നമ്മളുടെ ഇടയിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മെഡിക്കൽ സ്റ്റുഡൻസ് ഒട്ടുമിക്കവരും അവിടെ റെസ്പെക്റ്റീവ് സ്കൂൾസിലെ ടോപ്പ് സ്കോറേഴ്സ് ആയിരിക്കും. അപ്പം അവിടുന്ന് ആ ഒരു നല്ലൊരു അച്ചീവിങ് രീതിയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ, അത് ഇപ്പൊ 2 വർഷം കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളില് ചിലപ്പം ഹോൾ സ്കൂളില് ടോപ്പ് റാങ്ക് ആയിരിക്കും, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, അല്ലെ ക്ലാസ്സിൽ എപ്പോഴും ടോപ്പർ ആയിട്ട് വന്ന് അങ്ങനെ പെട്ടെന്നൊരു ട്രാൻസിഷൻ ഡിഫിക്കൽട്ട് ആണ്. മെയിൻ തിങ് എനിക്ക് തോന്നുന്നത് അതാണെന്നാണ്. പിന്നെ അല്ലാതെ എനിക്ക് ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽസിൽ ഡെയിലി നമ്മൾ കാണുന്ന സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, ഡൈയിങ് പേഷ്യൻസ് ഓർ ചിൽഡ്രൻ ഹു ആർ സഫറിങ്. അപ്പം അതൊക്കെ കാണുമ്പം അതൊരു ആക്ച്വലി നെഗറ്റീവ് എൻവയോൺമെന്റ് ആണ്, ഡെയിലി നമ്മൾ അവിടെ എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ളവർ അതിനോട് സെൻസിറ്റൈസ്ഡ് ആവും, പക്ഷെ ഇമോഷണലി വീക്ക് ആയിട്ടുള്ള സെഗ്മെന്റ് ഓഫ് ആൾക്കാർക്ക് ഈ ഡെയിലി ഇതേപോലത്തെ ഒരു എൻവയോൺമെന്റിൽ വരുമ്പം അതും എവിടെയെങ്കിലും ഒക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാം. പിന്നെ ഇപ്പം വിഭ എന്ന് പറയുന്നത് ഡേ സ്കോളർ ആണ്, അപ്പം ഡെയിലി വന്നു പോകുന്നതാണ്. അപ്പം കൂടുതൽ പാരന്റ്സിന്റെ അടുത്ത് ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്. അതെ, അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ആക്ച്വലി. കാരണം എനിക്ക് ഇപ്പം ഈ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടാണെങ്കിലും പോസ്റ്റിംഗ് ബന്ധപ്പെട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി, ഇപ്പൊ ഏതൊരു ദിവസം ഒരു ഫാക്കൽറ്റി വഴക്ക് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഒരു ഫോണിൽ വിളിച്ച് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് നേരിട്ട് കണ്ട് ഇപ്പൊ അമ്മേനാണെങ്കിലും ഒന്ന് പോയി ഹഗ് ചെയ്ത് ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫാണ്. അപ്പം വിഭയ്ക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കിട്ടിയോണ്ട് കുഴപ്പമില്ല. പക്ഷെ കുറെ പേര് ഹോസ്റ്റലേഴ്സ് ആണ്, അതായത് ഡിസ്ട്രിക്റ്റ് കുറച്ച് ദൂരെ ആയിരിക്കാം, അപ്പം ഡെയിലി ഒന്നും പോകാൻ പറ്റത്തില്ല. ഡെയിലി പോയിട്ട് ചിലപ്പം അവർ മന്ത്ലി വൺസ് ഒക്കെ ആയിരിക്കാം വീട്ടിൽ പോയിട്ട് വരുന്നത്. ആൻഡ് നോർത്തിൽ നിന്നൊക്കെ നമ്മുടെ സ്റ്റേറ്റ്സ്, നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ കുറച്ച് കുട്ടികളുണ്ട്. അവരാണെങ്കിൽ ആക്ച്വലി വർഷത്തിൽ 1-2 തവണ മാത്രമേ വീട്ടിലൊക്കെ പോകാറുള്ളൂ. അപ്പം ഈ ഫാമിലി ലൈഫിൽ വരുന്ന ഒരു ഡിസ്റ്റൻസ്, ഇപ്പം ഫാമിലി മെമ്പേഴ്സായിട്ട് വരുന്ന ഒരു ഡിസ്റ്റൻസ് അവരുടെ സ്ട്രെസ്സിനെ എഫക്ട് ചെയ്യാറുണ്ടോ? നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം എൻ്റെ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ ആസ് യു സെഡ് ഞാൻ പ്രിവിലേജ്ഡ് ആണ് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം എനിക്ക് എൻ്റെ പേരൻസ് എല്ലാവരും എൻ്റെ ചുറ്റുമുണ്ട്. അപ്പം എൻ്റെ പേരൻസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നേ. അപ്പം ഈ ഹോസ്റ്റലേഴ്സിന്റെ കേസ് വെച്ച് നോക്കുമ്പം ഡിഫിക്കൽട്ടാണ്. സോ നമ്മുടെ ഇടയിലും കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ സ്ട്രെസ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ അതിൽ പലരും എന്താണ് ഓപ്പൺ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനോ തയ്യാറാവുന്നില്ല. അതിന് റീസൺ എന്തായിരിക്കാം? അത് എനിക്ക് തോന്നുന്നത് മേ ബി ദ ഫിയർ ഓഫ് ബീങ് ജഡ്ജ്ഡ്. കാരണം ഇപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് മെയിൻലി എക്സാം റിലേറ്റഡ് സ്ട്രെസ്സോ അല്ലെങ്കിൽ മേ ബി ഇപ്പം ഒരു ഗ്രൂപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു അക്കാഡമിക് ഗ്രൂപ്പായിട്ട് അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളായിരിക്കാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഷെയർ ചെയ്യുമ്പം ഇപ്പോൾ ഒരാളോട് പറയുവാണ് എനിക്ക് എക്സാം കാണാം, ഐ എം ഗെറ്റിംഗ് റിയലി സ്ട്രെസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മേ ബി ചിന്തിക്കുക ഈ ഒരു ചെറിയ എക്സാം പോലും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലേ, ഇത്രയും ഇൻകോമ്പറ്റൻ്റ് ആണോ എന്ന് വിചാരിക്കുമോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യാതെ ഉള്ളിൽ ഒതുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യുന്നതുണ്ടോ അല്ലെങ്കിൽ തെറ്റാണോ അത് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്? നോ, ഇറ്റ്സ് ആക്ച്വലി ദ ബെസ്റ്റ് തിങ് ദാറ്റ് ക്യാൻ ബി ഡൺ. വിഭയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നോ? ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് എൻ്റെ സെൽഫ് എസ്റ്റീം ഭയങ്കര ലോ ആയിട്ട് പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര പഠിച്ചാലും ആ ഒരു ഈൽഡ് കിട്ടില്ല എന്നൊരു ഫീലിംഗ് വന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഹെൽപ്പ് ആക്ച്വലി ബെനിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയത്, അതോ എങ്ങനെയായിരുന്നു? അത് വളരെ ബെനിഫിഷ്യൽ ആയിരുന്നു ആക്ച്വലി. എൻ്റെ ഒരു ലൈഫിൽ ഞാൻ എടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് അതായിരിക്കും. കാരണം അതിപ്പോൾ എന്നെ അക്കാഡമിക് സൈഡിൽ നിന്ന് മാത്രമല്ല എൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് നിന്നാണെങ്കിലും പല രീതിയിലും എന്നെ ശരിക്കും ഡെവലപ്പ് ചെയ്തെടുത്തു. അത് ആ ഒരു സെഷന് ശേഷം വിഭ എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫിൽ വരുത്തിയത് ആൻഡ് എങ്ങനെയാണ് അത് വിഭേനെ ഹെൽപ്പ് ചെയ്തത്? ഓക്കെ, അത് ഞാൻ ആ സെഷന് പോയ സമയത്ത് ഒരു 1 hour എൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ എനിക്ക് കുറച്ച് മൈൻഡ് എക്സസൈസസ് തന്നായിരുന്നു ഫോളോ ചെയ്യുന്നത്. ഒരു മിനിമം 2 months എങ്കിലും എന്തായാലും ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൽ ഒരു കാര്യം 2 books മെയിൻറ്റെയിൻ ചെയ്യലായിരുന്നു. അപ്പം ഒന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പോലെയായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ ഡെയിലി നൈറ്റ് ആകുമ്പം വി ഹാവ് ടു താങ്ക് ഗോഡ് ഫോർ 3 things that happened to us that day. അപ്പോൾ എന്തെങ്കിലും ട്രിവിയൽ കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ യാദൃശ്ചികമായിട്ട് കണ്ടു, സംസാരിച്ചു, ആഫ്റ്റർ ദാറ്റ് വി ഫെൽറ്റ് ഗുഡ്. അപ്പം അങ്ങനെ ആവുമ്പം താങ്ക് യു ഗോഡ്
ഫോർ ദിസ് ഹാപ്പനിങ്. അപ്പം അങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം മേ ബി ഒരു ടീച്ചർ പ്രേസ് ചെയ്തതായിരിക്കും എന്തെങ്കിലും കാര്യത്തിന്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു താങ്ക് ഗോഡ്. അപ്പം മിനിമം 3 things ടു താങ്ക് ഗോഡ്. അങ്ങനെ പിന്നെ വേറൊരു ജേർണൽ, അത് നമ്മുടെ ക്വാളിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ജേർണലാണ്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രിയാകുമ്പം മിനിമം 3 ക്വാളിറ്റീസ് എങ്കിലും നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തോന്നുന്ന ക്വാളിറ്റീസ് നമ്മളെ ലിസ്റ്റ് ചെയ്യണം. അപ്പം ആദ്യം ഇങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ 3 ക്വാളിറ്റീസ് എവറിഡേ എഴുതി എത്രത്തോളം എഴുതാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എഴുതി വന്നപ്പം ആക്ച്വലി ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പം നമ്മളുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ക്വാളിറ്റീസ് പോലും നമ്മൾ അറിയണം. അതെ, നമ്മൾ കുറച്ചുകൂടെ അവെയർ ആവും നമ്മളെ കുറിച്ച് തന്നെ. അപ്പൊ അത് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും. അടുത്ത ഡോക്ടർ പറഞ്ഞ മെഡിറ്റേഷൻ ആയിരുന്നു. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മേലി ഒരു 13 minute ഒരു മെഡിറ്റേഷൻ ആയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു 5 minutes, ഫസ്റ്റ് 5 minutes ഫുൾ ബ്രീത്തിങ് എക്സസൈസസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 3 to 4 minutes ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ടാണ്. അപ്പം ആ ടൈം ആകുമ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരെ, നമ്മൾ ലൈഫിൽ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള എല്ലാവരെയും നമ്മൾ ഓരോന്നായിട്ട് മനസ്സിൽ ഓർക്കുക, വി ഹാവ് ടു താങ്ക് ദം. അവരുടെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും, പക്ഷെ അതിനും നമ്മൾ അവരെ താങ്ക് ചെയ്യുക. ഇപ്പം നമുക്കൊരാളിൽ നിന്ന് നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെയും വിഷ്വലൈസ് ചെയ്യുക ആൻഡ് ഫോർഗീവ് ദം ഫോർ ഇറ്റ്. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടൈമാണത്. അങ്ങനെ 2 to 3 minutes ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പാർട്ട്. അതിനുശേഷം വിഷ്വലൈസേഷൻ പാർട്ടാണ്. വിഷ്വലൈസേഷൻ വരുമ്പം നമ്മളിപ്പം ആ സമയത്ത് ഞാൻ നീറ്റ് അസ്പയറൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ കയറണം എന്നുള്ളതല്ല എൻ്റെ ഡ്രീം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡ്രീം ചെയ്ത മെഡിക്കൽ കോളേജിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. അപ്പം ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട്, നമ്മുടെ 5 senses മാത്രമേ യൂസ് ചെയ്യണം. അപ്പം ഞാനവിടെ നിൽക്കുന്നതായിട്ട്, പിന്നെ ഞാനിപ്പം അവിടുത്തെ കാഫേയിൽ എൻ്റെ ഫേവറേറ്റ് ഫുഡിനെ സ്മെല് ചെയ്യുന്നതായിട്ട്, ഞാൻ അവിടുത്തെ വാൾസിൽ ടച്ച് ചെയ്യുന്നതായിട്ട്, അങ്ങനെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യണം. അതൊരു 2 to 3 minutes. അതിനുശേഷം പിന്നെ ജസ്റ്റ് വീണ്ടും ഡീപ് ബ്രീത്തിങ് എക്സസൈസസും ഒന്നും ചെയ്യാതെ ഒരു സ്റ്റിൽനെസ് പോലെ അങ്ങനെ ബാക്കിയുള്ള മിനിറ്റ്സും. അപ്പം അങ്ങനെ ഒരു 13 minutes ലാസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ആണ്. അതൊരു 4 times a day ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ പ്രേ ചെയ്യുന്ന രീതിയിൽ ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞു. നമ്മൾ പൊതുവെ പ്രേ ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ ഒരു ആഗ്രഹം സാധിച്ചു തരണേന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആക്ച്വലി ആഗ്രഹം ഓൾറെഡി സാധിച്ചു എന്ന രീതിയിൽ വി ഹാവ് ടു താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇപ്പം ഞാനിപ്പോൾ നീറ്റ് അസ്പയറൻ്റ് ആണെങ്കിൽ എനിക്ക് കോളേജിൽ പഠിക്കാൻ സാധിച്ചതിന് താങ്ക് യു എന്ന രീതിയിൽ മാനിഫെസ്റ്റേഷൻ. അതെ, ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് മാനിഫെസ്റ്റേഷൻ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു സ്പിരിച്വൽ സൈഡിലോട്ട് പോകും. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ചെയ്താലും എന്ത് ചേഞ്ച് വരാനാണ്. ബട്ട് ഇതൊരു ലോങ് ടേം, ഇപ്പൊ ഒരു 2 months ഞാൻ ചെയ്തപ്പം എനിക്ക് ഭയങ്കര ഡ്രമാറ്റിക് ചേഞ്ച് വന്നു. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിലും എനിക്ക് അത്രയും നാള് ഇപ്പൊ ഞാൻ എത്ര എഫേർട്ട് ഇട്ടാലും നടക്കുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ ആ ഒരു 2 months കഴിഞ്ഞപ്പം എനിക്ക് എന്തൊരു ഫീലിംഗ് വന്നു, ഞാൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈൽഡ് എന്തായാലും ഉണ്ടായിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് ആ ഒരു കോൺഫിഡൻസിലാണ് പോയത്. അതിപ്പോൾ നീറ്റിൽ മാത്രമല്ല, എൻ്റെ ഡെയിലി ലൈഫിലാണെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ഞാനെപ്പോഴും ആ ഒരു രീതിയിലാണ് റെഡി ആയിട്ട്. അതെ, അപ്പം ആ ഒരു സിംഗിൾ സെഷൻ കാരണം എനിക്ക് എൻ്റെ ഒരു എൻറ്റയർ ലൈഫിൽ തന്നെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒത്തിരി ചേഞ്ചസ് വന്നു. അപ്പം നമ്മുടെ TMCയിൽ ഇതേപോലെ നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഓപ്പൺ അപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്പേസോ ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഉണ്ട്. ഇപ്പം ഞങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോ മെന്റർ ഗ്രൂപ്പ്സ് ആയിട്ട് അസൈൻ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെ, അപ്പം എന്നെ ആണെങ്കിൽ അനാറ്റമിയിൽ ലീന മാമിന്റെ അണ്ടറാണ് വെച്ചിരുന്നത്. അപ്പം അവരോട് നമുക്ക് എല്ലാം ഷെയർ ചെയ്യാവുന്ന രീതിയിലായിരുന്നു. അപ്പം ആ സമയത്താണ് എനിക്ക് എന്തെങ്കിലും അക്കാഡമിക് ഡിഫിക്കൽട്ടീസ് വന്നാലോ, എനിക്കിങ്ങനെ ഒരു പേടിയൊക്കെ വന്നാലോ, നമുക്ക് വലിയൊരു സിലബസ് അല്ലായിരുന്നു. അപ്പം പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു, ഡ്രമാറ്റിക് ചേഞ്ച് ആയിരുന്നു. അപ്പം ആ സമയത്തൊക്കെ മാമിനെ പോയി കാണും, മാമിനെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആക്ച്വലി മാം. ആക്ച്വലി എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ വിഭയിലൂടെ എനിക്ക് അറിയാൻ പറ്റി. ഇനിയാണെങ്കിലും ഇപ്പൊ നമ്മൾ എക്സാം, അതും ഫൈനൽ ഇയറിലെ എക്സാം ഒക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പൊ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കിട്ടി. താങ്ക് യു സോ മച്ച് വിഭ. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ, അല്ലെങ്കിൽ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനാണെങ്കിൽ അത് ഷെയർ ചെയ്യുക. സോ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും സ്ട്രെസ്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം നമുക്ക് സ്ട്രെസ്സ് വന്നു, അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിപ്പം ആരുടെങ്കിലും ഒരു ഹെൽപ്പ് സീക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും
ഓക്കെ ഞാനങ്ങനെ പറയുവാണെങ്കിൽ അതെന്നെ ഒരു വീക്കായിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഇങ്ങനെ കാണും എന്ന് ചിന്തിച്ച് അത് ഓപ്പൺ അപ്പ് ചെയ്യാണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ സ്ട്രെസ്സ് വളർത്തുകയോ ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുക. ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ അത് സീക്ക് ചെയ്യുക. ആക്ച്വലി നിങ്ങളൊരു ഹെൽപ്പ് സീക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരിക്കലും ഒരു വീക്ക് പേഴ്സൺ ആക്കത്തില്ല. ബിക്കോസ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്. സോ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ്സ് വരാനും പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പം എല്ലാവരും ചിലപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരിക്കും, എക്സാം ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. സോ അവരെ വെച്ച് കമ്പയർ ചെയ്യാണ്ടിരിക്കും. ഓക്കെ, ഫ്രണ്ടിന് എക്സാം ഒക്കെ ആകുമ്പോൾ ഭയങ്കര കൂളായിരിക്കും, ചില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, ഭയങ്കര പേടിയാണ്, ആരുടെ അടുത്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നും. അപ്പം നിങ്ങൾ അയ്യോ അവർക്ക് പ്രശ്നമില്ല, എനിക്ക് മാത്രമാണല്ലോ പ്രശ്നം, ഇതിനിപ്പോൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് വിചാരിച്ച് ഹെൽപ്പ് സീക്ക് ചെയ്യാണ്ടിരിക്കരുത്. ഇത് നിങ്ങൾ ഒരാളുടെ അടുത്ത് തുറന്നു പറയുക. സോ ഇങ്ങനെ ഒരു ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി നമുക്ക് ആ സ്ട്രെസ്സ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് തന്നെയേ ഉള്ളൂ. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.